പണ്ട് പറയുന്ന പോലെ പത്മനാഭൻ്റെ മണ്ണി വന്നാൽ തിരിച്ചു പോകില്ല എന്ന് പറയും. അങ്ങനെ ഒരു 10 വർഷം മുമ്പേ ട്രിവാൻഡ്രത്ത് വന്ന് ഞാൻ സെറ്റിലായതാണ്. ഞാൻ മനു ജയദേവൻ, തിരുവല്ലക്കാരനാണ്. ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. സമയം എങ്ങനെയാണ് ടൈം കിട്ടുന്നതനുസരിച്ച് ജിമ്മിൽ പോകും. ചില ദിവസം രാവിലെ പോകും, ചില ദിവസം ഈവനിങ് പോകും. ഇതെൻ്റെ വാമഭാഗം, എൻ്റെ ഭാര്യ. എൻ്റെ പേര് ബിറ്റി മനു. ഞാനൊരു എസ്തെറ്റിക് കേക്ക് ആർട്ടിസ്റ്റ് ആണ്. എസ്തെറ്റിക് കേക്ക് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസൈനിങ് ആണ് കൂടുതലും വരുന്നത്, ഇൻക്ലൂഡിങ് ദ ഫ്ലേവർ. നമ്മൾ എങ്ങനെയൊക്കെ അത് ബ്യൂട്ടിഫൈ ചെയ്ത് ഈ കേക്കിലൂടെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 years ആയിട്ടുണ്ട്. ഏട്ടൻ ഇവിടെ ട്രാൻസ്ഫർ ആയി വന്ന സമയത്ത് ഞാൻ ടെക്നോ പാർക്കിലായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ പോലും കിട്ടിയിട്ട് അങ്ങനെ മാറിയത്. ട്രാവൽ ചെയ്യും നല്ലതായിട്ട്. ലോങ് ഹോളിഡേ അല്ലെങ്കിൽ വീക്കെൻഡ്സ് ആണെങ്കിലും ചിലപ്പോൾ തലേ ദിവസമായിരിക്കും പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഏർലി മോർണിംഗ് ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പാക്ക് ചെയ്യും, വണ്ടി എടുക്കും, നേരെ വിടും. നേരത്തെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഹുണ്ടയുടെ കാർ തന്നെയാണ്. ക്രെട്ട ഉപയോഗിച്ചിരുന്നു, അതിനു മുമ്പേ ഫ്ലൂയിഡിക് വെർണയായിരുന്നു. ക്രെട്ട ഉപയോഗിച്ചിരുന്ന അതേ എക്സ്പീരിയൻസ് കൊണ്ടാണ് വീണ്ടും ഞാൻ EV വന്നപ്പോൾ ക്രെട്ടയിലേക്ക് തന്നെ വന്നിരുന്നു. ഞാൻ പോലും ഉപയോഗിക്കുന്ന ഞങ്ങളുടെ സെക്കൻഡ് കാർ എന്ന് പറയുന്നത് ഹുണ്ടായിയുടെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും. വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ് നമുക്ക് ഹുണ്ടായി ആയിട്ടുള്ളത്. വണ്ടി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണ്. ബാക്ക് പെയിൻ ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. ഇതിനകത്ത് 2 സെറ്റിംഗ് മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ തന്നെ ആ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി സീറ്റ് വിൽ അഡ്ജസ്റ്റ്. നല്ല ബൂട്ട് സ്പേസ് ആണ്. ഫ്രണ്ടിൽ ബോണറ്റ് തുറന്നാൽ അവിടെ നല്ല സേഫ് ആയിട്ടൊരു സ്ഥലമുണ്ട്. എന്ത് വേണേൽ വെക്കാം. അവിടെ വെച്ചാൽ ആരും അറിയുന്നില്ല, അവിടെ സേഫ് ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. അഡാസ് നല്ല ഫീച്ചറാണ്. വണ്ടി ഓട്ടോമാറ്റിക്കലി നമ്മളെ നേരായ വഴിക്ക് നയിക്കുമെന്ന് പറയില്ലേ, വണ്ടി നമ്മളെങ്ങനെ കൊണ്ടുപോയിക്കോളും. 2 കുട്ടികളാണ്, അദ്വൈതും അക്ഷിതും. വെഹിക്കിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാറിൻ്റെ ഫ്യൂച്ചർ EV ആണ്. എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു EV, കാരണം ഈ ചാർജിങ് പോയിന്റ് ലോങ് ഡ്രൈവ് വരുമ്പോഴത്തേക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലോങ് ട്രാവൽ അഫക്റ്റ് ചെയ്യുന്നില്ല ആക്ച്വലി. മൈ ഹുണ്ട ആപ്പ്, അതിനകത്ത് നമുക്ക് നമ്മുടെ സ്റ്റേഷൻസ് എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഇൻ കാർ പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു EV യൂസർ പല ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ചാർജിങ് സ്റ്റേഷനും അവരുടേതായിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. പക്ഷേ ഇൻ കാർ പേയ്മെന്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. അതിൽ നിന്ന് ഇതിൻ്റെ പേയ്മെന്റ് പോകും. 360 ക്യാമറ, ഫ്രണ്ട്, ബാക്ക്, മേളിൽ നിന്നുള്ള ബേർഡ് വ്യൂ, ഇതെല്ലാം എക്സലൻ്റ് ആയിട്ട് അവർ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ക്ലിയർ. ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ട് ഈസ് ബെസ്റ്റ്. നമ്മൾ കാറ് പിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒരു ദിവസം മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ലൊക്കേഷനിൽ വന്നിട്ട് കാറ് പിക്ക് ചെയ്തിട്ട് പോയി തിരിച്ച് ഡെലിവറി ചെയ്യും. ഐ ലവ് മൈ ഹുണ്ടായ് ക്രെറ്റ ഇലക്ട്രിക്.